അപ്പോൾ എന്താണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്തെ മഞ്ജുനാഥ ക്ഷേത്രവും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരും വലിയ ആൾക്കാരാണ്. അവർക്ക് ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട വലിയ എന്താ പറയുന്നത് കണക്ഷൻ, ആളുകൾക്കിടയിൽ സ്വാധീനമുണ്ട്. പിന്നെ അവർ വലിയ ആത്മീയ നേതൃത്വമാണ്. അവിടുത്തെ ബിസിനസ് പ്രോപ്പർട്ടീസിലെല്ലാം സ്വാധീനമുള്ളവരാണ്. ഏക്കർ കണക്കിന് ഭൂമിയുള്ള, വലിയ വിശ്വാസത്തിൻ്റെ ബന്ധമുള്ള. അവർക്കെതിരെ എങ്ങനെ ഇന്ത്യ പോലൊരു സ്ഥലത്ത് എങ്ങനെ പറ്റും? വിശ്വാസവും വലിയ പ്രാധാന്യമുള്ള ഒന്ന്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ ഇക്വേഷൻസ് ഉള്ള, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വലിയ തോതിലുള്ള ബലാബലം നടക്കുന്ന ഒരു നാട്ടിൽ, അത് വെച്ചിട്ടുള്ള ബാർഗെയിനിങ് നടക്കുന്ന ഒരു നാട്ടിൽ എങ്ങനെയാണ് സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയുക? എനിക്ക് തോന്നുന്നത് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകത്തില്ല. ഇപ്പോൾ തന്നെ BJP-ക്കാർ പറയുന്നു SDPIയുടെ താല്പര്യം പ്രധാനമായും പരിശോധിക്കേണ്ടതാണ് ഈ ഉയർന്നു വന്ന ആരോപണത്തിൽ നിന്നാണ്. അവിടെ കോൺഗ്രസ് സ്വാഭാവികമായിട്ട് ലോക്കായി പോകും. ഇപ്പോൾ ശബരിമലയിൽ ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായി പോകാൻ നമുക്കറിയാമല്ലോ. അതിലൊരു നവോത്ഥാന നിലപാടാണ് CPM മുന്നോട്ട് വെച്ചത്. അതിന് വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ നവോത്ഥാന നിലപാടിനല്ല, മറിച്ച് വിഭജന നിലപാടിനാണ് ആൾ കൂടുതൽ കണ്ടപ്പോൾ കോൺഗ്രസ് എടുത്ത പൊസിഷൻ നമ്മൾ കണ്ടാണ്. ഒരു അയ്യപ്പ ഭക്തനെ ബൂട്ട് കൊണ്ട് പോലീസ് ചവിട്ടുന്ന ഒരു ചിത്രം ക്രിയേറ്റ് ചെയ്ത് ആ ചിത്രം പ്രചരിപ്പിക്കാൻ കോൺഗ്രസ് ഹാൻഡിലുകൾ തയ്യാറായി. അതിൻ്റെ സാധ്യത അവർ പ്രയോജനപ്പെടുത്താനാണ് നോക്കിയത്. അവർ നവോത്ഥാന മൂല്യത്തിൻ്റെ സാധ്യതയെക്കുറിച്ചല്ല പരിശോധിച്ചത്. അപ്പോൾ എന്താണ് രാമക്ഷേത്രം നമുക്കറിയാവുന്ന സംഗതിയല്ലേ. അവിടെ ആദ്യമായിട്ട് ഈ രാംലല്ലയെ കൊണ്ടുവെക്കുമ്പോൾ എന്തായിരുന്നു കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട്? രാജീവ് ഗാന്ധിയുടെ നിലപാട് എന്തായിരുന്നു? പള്ളി പൊളിക്കുമ്പോൾ രാജീവ് ഗാന്ധിയുടെ നിലപാട് എന്തായിരുന്നു? അപ്പോൾ ഈ പറയുന്ന ഏത് തരത്തിലുള്ള സംഗതിയും ഞങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടത്തിനാണെങ്കിൽ നടക്കട്ടെ എന്ന് പറയുന്ന ഇറസ്പോൺസിബിൾ നിലപാട് സ്വീകരിച്ചു പോകുന്ന ചരിത്രമേ ആ പാർട്ടിക്കുള്ളൂ. ആ പാർട്ടി കർണാടകയിൽ മലമറിച്ച് കളയും നമ്മൾ വിചാരിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഈ ധർമ്മസ്ഥല മുന്നോട്ട് പോകാൻ പോകുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ധർമ്മസ്ഥലയിൽ ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ സുനിൽ ഐസക് അവിടെ പോയല്ലോ. അയാൾ പോയ ഓരോ ദിവസവും ഓരോ ആളുകൾ വന്ന് വെളിപ്പെടുത്തൽ നടത്തുകയാണ്. എൻ്റെ മകളെ കാണാതായി, എൻ്റെ മകളെ പിന്നെ കിട്ടിയത് നഖവും മുടിയും മാത്രമാണ്, ആസിഡൊഴിച്ച് ബേൺ ചെയ്തതിൻ്റെ കഥ പറയുന്നു. സ്കൂളിലിറങ്ങി വഴിയിലൂടെ നടന്നു പോകുന്നു, കാണാതായി, പിന്നെ ഒരു വിവരവുമില്ല. മിസ്സിംഗ് കേസുകൾ എത്രയുണ്ട്? ഈ പോലീസ് തന്നെ 400-450 മിസ്സിംഗ് കേസുകൾ മാറ്റാവുന്നുള്ള പരിശോധനയിലേക്കാണ് ആദ്യം കടന്നത്. അപ്പോൾ മിസ്സിംഗ് കേസുകൾ ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പേരിലുള്ള സമരങ്ങളും കോടതി നടപടികളും യാഥാർത്ഥ്യമാണ്. പല ആൾക്കാരും പറയുന്നു ഞങ്ങൾ പോലീസിനെ സമീപിച്ചു, പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നാണ് കണ്ടത്. അതിൻ്റെ തുടർച്ച നമ്മൾ കാണുന്നത് എവിടെയാണ്? അതേ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് ഈ കേസ് അന്വേഷിക്കാൻ പറയുമ്പോൾ ആദ്യം തന്നെ 2 ഉദ്യോഗസ്ഥർ പിൻവാങ്ങുകയാണ്, ഞങ്ങളില്ല. അതെന്തിനാണ് പിൻവാങ്ങുന്നത്? അപ്പോൾ ഈ പറയുന്ന സംവിധാനങ്ങൾ മുഴുവൻ ഈ കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവർക്ക് ആർക്കും ആ സംവിധാനത്തെ ഡിസ്റ്റേബ് ചെയ്യാൻ ആഗ്രഹമില്ല, അവരുടെ ഖ്യാതി ഇല്ലാതാക്കാൻ ആഗ്രഹമില്ല. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ആത്മീയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങൾ, പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടന്നതിൻ്റെ ചരിത്രം ഇന്ത്യയിൽ തുലവും തുച്ഛമാണ്. ഇല്ല എന്ന് തന്നെ പറഞ്ഞാലും തെറ്റിപ്പോവില്ല. അങ്ങനെ തുമ്പും തുരുമ്പും കിട്ടാത്ത എന്തുമാത്രം കേസുകൾ നമുക്കറിയാം. ഡെഡ് ബോഡി പോലും കണ്ടെടുക്കാത്ത കേസുകളുടെ ചരിത്രം ഇന്ത്യയിലും കേരളത്തിലുമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന കഴിഞ്ഞു, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു, ഇത് വഴിയിൽ നിന്നുപോയി എന്ന് പറയുന്നത് അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. നമ്മൾ ഇന്ത്യയിലെ ഒരു സിറ്റുവേഷൻ അതാണ്. അതിനെ മറികടന്ന് പോകാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ഇപ്പം രാജ്യം ഭരിക്കുന്ന സംഘപരിവാറാണ്. അവരിതിനെ എല്ലാം ഒരു പ്രത്യേക തരത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യയിലെ അറ്റ്മോസ്ഫിയറിനെ ആകെ. അവിടെ ആർക്കാണ് ഉറക്കെ സംസാരിക്കാൻ പറ്റുക? സംസാരിച്ചാൽ അപ്പോൾ BJP-ക്കാർ ഇറങ്ങും. നിങ്ങൾ പാകിസ്ഥാന് വേണ്ടിയാണ്, നിങ്ങൾ SDPIക്ക് വേണ്ടി, PFIക്ക് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് വരും. അവരെ സംബന്ധിച്ച് ഈ വിശ്വാസത്തിൻ്റെ പേരിലുള്ള രാഷ്ട്രീയ പരിസരത്തെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. അതിനവർ എന്തിനേയും അവർ തള്ളിപ്പറയും. ആ പരിസ്ഥിതിയിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമെന്നോ ഈ തുറന്നു പറഞ്ഞ മനുഷ്യർ നോക്കൂ. ഇപ്പോൾ കൂടുതൽ ആളുകൾ രംഗത്ത് വരുന്നു. ഒന്നിലധികം ആളുകൾ ഇപ്പം മാധ്യമങ്ങളോട് തന്നെയും സംസാരിക്കുന്നത് ഈ പറഞ്ഞ മൃതദേഹം മറവിയിൽ നിന്ന് ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന ആൾക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്നിലധികം ആളുകൾ ഈ പ്രശ്നവുമായിട്ട് ഇപ്പം മുന്നോട്ട് വരുന്നു. 2 കാണാതായ പെൺകുട്ടികളുടെ കാര്യം യാഥാർത്ഥ്യമാണ്. ഈ 13 പോയിന്റുകളിൽ ചൂണ്ടിക്കാണിച്ചതിൽ പലയിടത്തുനിന്നും ബോഡി പാർട്സ് കണ്ടെത്തിയിട്ടുണ്ട്. അത് ആരുടേതാണ്, എപ്പോഴത്തേതാണെന്ന് വ്യക്തത വരുത്തേണ്ടത് പോലീസും ഫോറൻസിക് പരിശോധനാ സംഘവുമാണ്. ഈ ആരോപണത്തെക്കുറിച്ച് നമുക്കിപ്പോൾ മനസ്സിലാക്കാവുന്നത് ആരോപണത്തിന് ചില വസ്തുതകളുണ്ടോ എന്നാണ്. പക്ഷേ അത് മുന്നോട്ട് പോകാൻ പോകുന്നില്ല എന്ന് അഭയ കൊലക്കേസിൻ്റെ, അല്ലെങ്കിൽ അമൃതാനന്ദമയുടെ ആശ്രമത്തിലെ, ആശാറാം ബാപ്പുവിൻ്റെ ആശ്രമത്തിലെ, പിന്നെയും പല പരശതം ആശ്രമങ്ങളിൽ നടന്നിട്ടുള്ള ഇതിന് ദുരൂഹമായ സംഭവങ്ങളുടെ ഗതി എന്തായിരുന്നു ഓർത്താൽ മാത്രം നമുക്ക് ധർമ്മസ്ഥലയിലും സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങളും മുഖ്യധാര ആക്ടിവിസ്റ്റുകളും എല്ലാവരും ഈ വിഷയത്തിൽ സ്വീകരിച്ച സമീപനം എന്താണെന്ന് കൂടി ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണിത്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ കുത്തിപ്പൊക്കിക്കൊണ്ട് രാജ്യത്ത് കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ ഈ വിഷയത്തിനകത്ത് നീതി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നതും നമ്മുടെ ശാപമാണ്. അതുകൊണ്ട് എനിക്കിത് അത്ഭുതമൊന്നും തോന്നുന്നില്ല.